ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങളെ റബ്ബറിന് എങ്ങനെയാണ് പ്ലാസ്റ്റിക് ഇടുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ പണിക്കാരാണ് ഈ വന്നിട്ടുള്ളത്. അവരുടെ വണ്ടിയിലാണ് നിൽക്കുന്നത്. ഹലോ, ഇതെന്താ പരിപാടി? ആണോ? അല്ലേ പറയേ, ഇതെന്താ പരിപാടി? റബ്ബർ ഷെയ്ഡ് ഇടാം. അതെ. അപ്പൊ അതിന്റെ ആദ്യ തുടക്കം എങ്ങനെയാണ്? ആദ്യം ചിരണ്ട. അതെ, നന്നായി ചിരണ്ടണം. നന്നായി ചിരണ്ടി മുരിയെ കളഞ്ഞ് നന്നായി ചിരണ്ടണം. നമുക്കത് ഫുള്ളായി കാണാല്ലേ? ഫുള്ളായി കാണാം. ആദ്യം ചിരണ്ടുക. ഇങ്ങനെ എല്ലാ മരവും ചിരണ്ടിയിട്ടില്ലേ? എല്ലാം ചിരണ്ടിട്ടില്ല. അതൊന്ന് നോക്കട്ടെ. എല്ലാ മരവും ചിരണ്ടിയിട്ടുണ്ട്. ഇതേമാതിരി നന്നായി ചിരണ്ടണം. ഇത് വെട്ടുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ പാല് വരുന്നത്. ഇത് ഭാഗം മൊത്തം എല്ലാവരും ചാനലിൻ്റെ ആൾക്കാരാ. എല്ലാവരും ചാനലിൻ്റെ ആൾക്കാരാ. വെട്ടാത്ത ഭാഗം ഇങ്ങനെ നല്ല ക്ലിയർ ആയിരിക്കും. ഇതിൽ 500 മരം ഉണ്ട് മൊത്തം. ഈ 500 മരം ഇപ്പോൾ ഒരു മണിക്കാൻ തുടങ്ങിക്കണത്. അപ്പം ഇത് മൊത്തം ഇടും പ്ലാസ്റ്റിക്. ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പോയി നോക്കാം. ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞ വർഷത്തെ പ്ലാസ്റ്റിക്കാണ്. ഇതുണ്ട്, ഇത് ഉണ്ട്. ഇതിങ്ങനെ ചിരട്ട മൂടത്ത കൊണ്ട് ചിരട്ടത് മൂടില്ലത്, അതുകൊണ്ട് അത് പറ്റൂല. ഇന്നിപ്പോൾ ഇവരിടുക ഇത് തന്നെയാണ്. ഇതിനെ ഇടുമ്പോൾ ഇതിങ്ങനെ ചിരട്ട മൂടി നിൽക്കും. എന്നാലാണ് മഴ പെയ്താൽ ഈ വെള്ളം ചിരട്ടയിൽക്കൊന്നും തട്ടാണ്ട് മരത്തിലൊന്നും ഇറങ്ങാണ്ട് വെളിയിൽ പോകുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പുതിയ പ്ലാസ്റ്റിക് ഇടുന്നത്. അല്ലെങ്കിൽ പഴയ പ്ലാസ്റ്റിക്കാരന് ഒരു വർഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ലെങ്ത് ഇത്രയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാർക്കിനെ മൂടില്ലേ, ചിരട്ട മൂടൂല. ഇതിനെല്ലാം ചിരണ്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അയാളെ അളക്കണതെന്ന് പറഞ്ഞാൽ ഇതിൽ റബ്ബറിൽ തേക്കുന്ന പശയാണ്. റബ്ബറിൽ തേക്കുന്ന പശ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചൂടാക്കുകയാണ്. ഇപ്പോൾ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. $25 കിലോൻ്റെ ഒരു പശയാണ്. ഇത് തിളക്കൊന്നും വേണ്ടല്ലോ. അതെ. ഇപ്പൊ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലായിടത്തും ചൂട് തട്ടാത്ത കൊണ്ട് ഇളക്കി പാകപ്പെടുത്തതിനൊരു പാകത്തിനൊരു വേവ് ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ചൂടാക്കിയാൽ മാത്രമേ ഇത് റബ്ബറിൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഇതിപ്പോൾ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചൂടാക്കിയത് മിക്സ് ആക്കണം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ചൂടാക്കിയിട്ട് എല്ലാം നന്നായി ഇളക്കി അതൊരു ക്രീം പരുവത്തിലാക്കണം എന്ന് പറയുന്നത്. ഒരു ടാറുമാതിരി നല്ല ബലത്തിൽ കിടക്കാൻ പാടില്ല. ശേഷം ചൂടാക്കിയിട്ട് ഇതിങ്ങനെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ്. അതാണ് ഇപ്പോൾ അയാൾ നിന്ന് അളക്കണത്. ഇനി നമുക്കിത് ഒട്ടിക്കുന്നത് ഇതിന് ബാക്കി മെറ്റീരിയൽ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിന് ബാക്കി മെറ്റീരിയലിന് പിന്നെ വേണ്ടത് പ്ലാസ്റ്റിക് റോളുകളാണ്. നല്ല വൈറ്റ് പ്ലാസ്റ്റിക് റോളുകൾ. പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇത് സ്റ്റാപ്ലർ, നല്ല വലിയ സ്റ്റാപ്ലർ പിന്ന്. ഇതാണ് അതിൻ്റെ സ്റ്റാപ്ലർ പിന്ന്. പിന്നെ അതിൻ്റെ ബെൽറ്റ്, അതിൻ്റെ ബെൽറ്റ്. പിന്നെ സ്റ്റാപ്ലറും. ഇതിനെല്ലാം കുറച്ച് സാധനങ്ങളെ വേണ്ടുള്ളൂ. നമുക്ക് ഇനി ഇത് ഇടുന്നത് കാണാം. എല്ലാ മരങ്ങനെ ചിരണ്ടി കൊണ്ടിരിക്കുകയാണ്. ഇവർ ഫുള്ള് ചിരണ്ടണം. ചിരണ്ടിന് ശേഷം പ്ലാസ്റ്റിക് ഒട്ടിക്കൽ തുടങ്ങും.
സോപ്പ് കളിക്കുന്ന അധികം അവിടെ പോകും ബ്ലേഡ് ഇപ്പോൾ ഇതുണ്ടായിരുന്നു. ഇവിടെ കിട്ടും മറ്റാളെന്താ കിട്ടുന്നില്ല നമുക്കൊന്നും ശരിക്കോ എവിടെ എൻ്റെ സാധനം ഇപ്പോഴും എടുത്തിട്ടില്ല. അതിന് കൊഴിഞ്ഞോണ്ട് 3000 റുപ്യല്ല രണ്ടെണ്ണം മൈക്കാണ്. രണ്ടെണ്ണം 3000. രണ്ടെണ്ണം ഈ സാധനം ഇത് ശബ്ദം പൊടിച്ചെടുക്കുന്ന സാധനമാണിത്. ഇത് 2 മൈക്കാണ്. എന്താ ബ്ലേഡിന് പോകേ ഞാൻ എന്തേ കൊണ്ടെടുക്കും. ഈ വെള്ളമാണ് നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിയത്. നല്ല ആൾക്കാർ പോലത്തെ നാസറിന്റെ വീടാണ്. നാസറിനെ അറിയില്ലേ? ആ മാറ്റണോ? ബ്ലേഡ് വേണം. ഇതിൻ്റെയൊക്കെ ചില്ലറില്ല. അതാണ് ഞാൻ പൈസ ഒന്നും എടുത്തില്ല. പൈസ കുടിയിൽ വെച്ചു. ഞാൻ പൈസ എടുത്തിട്ടില്ല. അങ്ങനെ പോന്നതാണ്. ഒരു കൂടിന് എത്ര? അപ്പോൾ ഇനി നമുക്ക് റബ്ബറിൽ പശ തേക്കണം എങ്ങനെയൊന്ന് പോയി നോക്കാം. പ്ലാസ്റ്റിക് ഇടല് തുടങ്ങി. വരും. ഇത് ഉള്ളിൽ വീഡിയോ എടുക്കട്ടെ.
ഇതേമാതിരി ചിരട്ട മൂടി നിൽക്കണം. ഇപ്പോൾ പ്ലാസ്റ്റിക് കടലിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ റബ്ബർ അധികമുള്ള ഒരു നാടായതുകൊണ്ട് എല്ലാവർക്കും അറിയാം. എന്നാലും ഇത് അറിയാത്തതും കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതുക. അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇനി നന്നാക്കുന്നതായിരിക്കും. ശബ്ദത്തിന് കുറച്ചൊരു ഉഷാറ് കൂടിയിട്ടുണ്ടാകും, കാരണം മൈക്കുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം വീഡിയോ ചെയ്തിരുന്നു മൈക്കില്ലാണ്ടായിരുന്നു. അപ്പോൾ ഇനി എല്ലാ വീഡിയോ അങ്ങോട്ട് മൈക്കോട് കൂടിയായിരിക്കും ചെയ്യുക. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവരും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക.